ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ചില മനുഷ്യരുണ്ട്, അവർ നമ്മുടെ അടുത്ത് ഏറ്റവും നല്ലവരായി പെരുമാറും. എന്നിട്ട് നമ്മളങ്ങ് മാറിക്കഴിയുമ്പോൾ ഞാനങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ, അവർ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് നമ്മളെക്കുറിച്ച് തന്നെ കുറ്റം പറയും. അല്ലെങ്കിൽ നമുക്ക് നാശമായത് സംഭവിക്കാൻ വേണ്ടി നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും. ഈശോ വചനത്തിൽ പറയുന്നുണ്ട്, ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഉള്ളിൽ അവര് കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അവരെ അറിയാം. ഈ വചനം വായിക്കുമ്പോൾ, കുരിശിൻ്റെ വഴിയോട് ചേർത്ത് അത് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് രണ്ട് മുഖങ്ങളാണ്. ഒന്ന് പത്രോസ് ലീഹായും മറ്റേത് യൂദാസും. രണ്ടുപേര് ശിഷ്യന്മാരായിരുന്നു. രണ്ടുപേരും ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈശോയെ വേദനിപ്പിച്ചിട്ടുമുണ്ട്. ഒരാൾ തള്ളിപ്പറഞ്ഞു, മറ്റൊരാൾ ഒറ്റിക്കൊടുത്തു. തള്ളിപ്പറഞ്ഞവൻ താനെന്ന വൃക്ഷത്തിൽ ഒരു ചീത്ത ഫലം ഉണ്ടായി വന്നു എന്ന് അറിഞ്ഞ നിമിഷത്തിൽ തന്നെ പൊട്ടിക്കരഞ്ഞ് തിരിച്ചു നടക്കാൻ, നല്ല വൃക്ഷങ്ങൾ നല്ല ഫലം പുറപ്പെടുവിക്കുമെന്ന് തെളിയിക്കാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞു, പത്രോസ് ലീഹ. എന്നാൽ ചീത്ത വൃക്ഷമായിരുന്നത് കൊണ്ട് തന്നെ ചീത്ത ഫലം തിരുത്താനോ നല്ല ഫലത്തിലേക്ക് മാറാനോ യൂദാസിന് കഴിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ക്ഷമിച്ചാലും നമ്മൾ തിരുത്തി കൊടുത്താലും വീണ്ടും വീണ്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് മാത്രം, അല്ലെങ്കിൽ നമുക്ക് നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് മാത്രം നമ്മളെ നടത്തിക്കൊണ്ടു പോകാനായിട്ട് തമ്പുരാന്റെ മുൻപിൽ നമുക്കൊരു വഴിയുണ്ട്. ആ തിന്മയുടെ വഴികളിൽ നിന്ന് നമ്മൾ മാറി നടക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതം വീണ്ടും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. നമ്മുടെ വായിൽ നിന്ന് വരുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ തന്നെയാണ് നമ്മളെന്ന വൃക്ഷത്തിൻ്റെ ഫലമായിട്ട് ഈശോ തമ്പുരാൻ പറയുന്നത്. അതുകൊണ്ട് ഞാനെന്ന വൃക്ഷത്തിൽ നിന്ന് പുറപ്പെടുന്നത് ഏതുതരം ഫലങ്ങളാണ് എന്ന് ഈ കുരിശിൻ്റെ വഴിയിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ഈശോയുടെ സന്നിധാനത്തിന് അരികിൽ നിൽക്കുമ്പോൾ ഏത് രീതിയിലുള്ള വെള്ളവും വള്ളവും ഇട്ടുകൊടുത്താലാണ്, ഏത് രീതിയിൽ എൻ്റെ സംഭാഷണത്തെ ഞാൻ തിരുത്തിയാലാണ് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നല്ല ഫലങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈശോ തന്നെ പറയുന്നുണ്ട്, നല്ല വാക്കുകൾ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ ചെയ്യുക. മറ്റുള്ളവർ എന്നെക്കുറിച്ച് നന്മ പറയണമെന്നും എന്നെ മനസ്സിലാക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മിത്രങ്ങളെയും നമുക്ക് ഈ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. എന്നിട്ട് അവർക്ക് നന്മ ചെയ്യുന്ന ഒരു നല്ല വൃക്ഷം, തണലും ഫലങ്ങളും കൊടുക്കുന്ന ഒരു നല്ല വൃക്ഷമായി തീരാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ കുരിശിൻ്റെ വഴിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.